പുരുഷൻ തൻ്റെ ശരീരത്തെ വിസ്തരിപ്പിക്കുന്നതാണ് സന്താനം. തനു എന്ന് പറഞ്ഞ ശരീരമാണ്. സന്താനം എന്നാൽ തനു ശരീരമാണ്. തൻ്റെ ഈ ശരീരത്തെ ഒരു പുരുഷൻ വിസ്തരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പുനർജനിക്കുന്നത് ആണായാലും പെണ്ണായാലും പുരുഷനാണ്. അച്ഛനാണ് പുനർജനിക്കുന്നത്. ഈ ബോധം ഒരച്ഛനുണ്ടോ? ഇല്ല. കഷ്ടമാണ്. ഞാൻ തന്നെയാണ് പുനർജനിച്ചതെന്ന ബോധമില്ലാത്ത ഈ അച്ഛനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാകേണ്ട ഒരു ആൺകുട്ടിയെയാണ് നമ്മൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ ഒരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ച് കേൾക്കണം. മഹാഭാരതമാണ്, വലിയ ഇഷ്ടമൊന്നും കാണില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സത്ത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹസ്തിനപുരം എന്ന് പറയുന്ന ഒരു രാജ്യം. ആ രാജ്യത്തില് ശന്തനുവിന്റെ മകനായ ഭീഷ്മർ ഗംഗാദേവിക്ക് പിറന്നവനായതുകൊണ്ട് ഗംഗേയൻ എന്ന പേരുള്ള ആ കുഞ്ഞ് അച്ഛന് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഈ കുഞ്ഞ് ദാശമുഖ്യന്റെ കുടിലിൽ പോയി ഞാൻ ജീവിതത്തിൽ ഇനി വിവാഹം കഴിക്കില്ല എന്ന ഭീഷ്മവും ദാരുണവുമായൊരു പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞയുടെ പ്രത്യേകത അത് ഭീഷണമാണ്, ദാരുണമാണ്. അതുകൊണ്ട് അയാളുടെ പേര് ഭീഷ്മർ എന്നാണ്. അതുകൊണ്ടാണ് ഭീഷ്മർ. പേര് ഗംഗേയനാണ്. ആ ഗംഗേയൻ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ ശന്തനു സത്യവതി എന്ന ആ ദാശമുഖ്യന്റെ കടത്തുകാരിയെ വിവാഹം കഴിച്ചു. അതിൽ അവർക്ക് 2 മക്കളുണ്ടായി, ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. ഈ 2 മക്കളിൽ ഒരാൾ നല്ലതല്ലാത്ത ജീവിതം നയിച്ച് മറ്റൊരാളുമായി യുദ്ധം ചെയ്ത് മരണപ്പെട്ടു. രണ്ടാമത്തെ അയാള് ചെറിയ പ്രായമാണ്, വിവാഹമൊക്കെ കഴിക്കാനുള്ള പ്രായമായി. ഇയാൾക്കൊരു വിവാഹം കഴിപ്പിക്കണം, പക്ഷെ അയാളെ ആരും ക്ഷണിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഭീഷ്മര് കാശി രാജ്യത്തിലെ രാജകുമാരിമാരായ 3 പേരും കതിർ മണ്ഡപത്തിൽ ഈ മാലയുമായി നിൽക്കുമ്പോൾ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് അംബ, അംബിക, അംബാലിക എന്ന 3 പേരെയും അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് തൻ്റെ അനിയന് വധുക്കളാക്കി കൊണ്ടുവന്നു. ഇങ്ങനെ കൊണ്ടുവന്നപ്പോ അതിന് അംബ പറഞ്ഞു, എനിക്ക് ശാല്വൻ എന്ന് പറയുന്ന ഒരു രാജാവുമായിട്ട് പ്രണയത്തിലാണ്, ഞങ്ങൾ സ്നേഹത്തിലാണ്, അതുകൊണ്ട് എന്നെ വെറുതെ വിടണം. അദ്ദേഹം ക്ഷമ ചോദിച്ചു. ധാരാളം സ്വർണ്ണാഭരണങ്ങളും തോഴിമാരും പരിചാരകന്മാരും സ്ത്രീരത്നങ്ങളുടെയും കൂടെ ശാല്വന്റെ അടുക്കലേക്ക് വിട്ടു. അംബികയും അംബാലികയും ഇദ്ദേഹത്തിന്റെ വധുവായി അവിടെ ജീവിച്ചു. പക്ഷെ സമ്പത്ത് നല്ലപോലെ ഉണ്ടാവുക, കൂട്ടത്തിൽ ധൂർത്തും ഉണ്ടാവുക, പോരാ ലഹരിയും ഉപയോഗിക്കുക. ഈ 3 ഉണ്ടായാൽ ഉടനെ തന്നെ മരണം സംഭവിക്കും. അതേപോലെ ചിത്രാംഗതൻ മരണപ്പെട്ടു. ഈ 2 രാജകുമാരിമാർക്കും മക്കളില്ല. ചുരുക്കി പറഞ്ഞാൽ ഇനി ഹസ്തിനപുരത്ത് തലമുറയില്ല. ഈ പാരമ്പര്യം നശിക്കാൻ പോവാണ്. അപ്പോഴാണ് സത്യവതി ഈ ഭീഷ്മരോട് പറയുന്നത്, ഭീഷ്മരെ, നിങ്ങൾ നമ്മളുടെ ഒരു ആപദ്ധർമ്മം എന്നുള്ള നിലയിൽ ഈ രാജകുമാരിമാരിൽ ഒരു കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചേ പറ്റൂ, പുത്രോത്പാദനം ചെയ്യണം. ഭീഷ്മർ പറഞ്ഞു, ഞാനൊരു പ്രതിജ്ഞ ചെയ്തതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. നോക്കണേ, ഒരാളുടെ വ്യക്തിത്വം മാറ്റുരയ്ക്കപ്പെടുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അനുകൂലമായ അന്തരീക്ഷത്തിലല്ല, പ്രതികൂലമായ അന്തരീക്ഷത്തിലാണ്. അനുകൂലമായി നല്ല സ്വഭാവമാണ്. ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് നമ്മളൊക്കെ നല്ല ആളുകളാണോ മോശ ആളുകളാണോ എന്ന് നമുക്കേ അറിയുള്ളൂ. ഇനിയും ഒരാളുടെ വ്യക്തിത്വം മനസ്സിലാകണമെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതാ ശരിക്കും നമ്മൾ. ഈ മുറിയൊക്കെ അടച്ചിട്ടിരുന്നേ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളില്ലേ ഉണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നേ, നമ്മൾ എന്താ ചിന്തിക്കുന്നേ, എന്താ പ്രവർത്തിക്കുന്നേ, ഇതാ ശരിക്കും നമ്മൾ. അപ്പൊ ഈ കാണുന്നതൊക്കെയോ നമുക്കൊക്കെ നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്നത് കൊണ്ട് പേഴ്സണൽ എന്നതിൽ പെർസോണയ്ക്ക് മുഖംമൂടി എന്ന് അർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ മുഖംമൂടി വെച്ച് പെരുമാറാൻ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മളൊക്കെ നല്ല ആളുകളാണ്. പക്ഷെ ഭീഷ്മര് പറഞ്ഞു, അമ്മയ പറയുന്നത് 2 രാജകുമാരിമാരിൽ പുത്രന്മാരെ ഉത്പാദിപ്പിക്കാൻ ഭീഷ്മർ അത് ചെയ്തില്ല. മറിച്ച് ഭീഷ്മർ അതിനൊരു ഉപായം പറഞ്ഞു കൊടുത്തു. അമ്മ, ആപദ്ധർമ്മം
കുലധർമ്മം അനുസരിച്ച് നല്ല ബ്രാഹ്മണനെ കൊണ്ട് മക്കളെ സൃഷ്ടിക്കാൻ അവരുടെ നിയമമുണ്ട്. അന്നത്തെ ക്ഷത്രിയന്മാര് മരണപ്പെടുമ്പോൾ മക്കളില്ലെങ്കിൽ ചില വിധികളൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് സത്യവതിയുടെ ഉള്ളിലൊരു ബൾബ് കത്തി. ആ ബൾബ് തനിക്ക് വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ പേരാണ് വ്യാസൻ, കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന വേദവ്യാസൻ. അപ്പോഴാണ് ഈ രാജകുമാരിമാരിൽ ഈ വ്യാസനെ കൊണ്ട് മക്കളെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വ്യാസനെ വിളിച്ചു വരുത്തി. കുട്ടിക്കാലത്ത് പോയ മകനാണ്. അമ്മ വിളിച്ചപ്പോൾ ഓടി വന്നു. അമ്മയുടെ വാക്കുകൾ കേൾക്കാൻ ശ്രദ്ധിച്ചു നിന്ന വ്യാസനോട് അമ്മ പറഞ്ഞു, ഹസ്തിനപുരത്തിൽ മക്കളില്ല, അരാജക ദോഷം എന്ന് പറഞ്ഞൊരു ദോഷമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചേ പറ്റൂ, അല്ലെങ്കിൽ രാജ്യം ശിഥിലമാകും. നമുക്ക് വലുത് രാഷ്ട്രമാണ്. അതുകൊണ്ട് ഈ രാജകുമാരിമാരിൽ മക്കളെ ഉൽപ്പാദിപ്പിക്കണം. അമ്മയുടെ വാക്കാണ്. ഒരിക്കലും അതിന് എതിര് പറയുന്ന സ്വഭാവം വ്യാസനില്ല. പക്ഷെ വ്യാസൻ ഒരു കാര്യം പറഞ്ഞു. ഈ കാര്യമാണ് ഞാൻ പറയുന്നതിന് ഇനി ശ്രദ്ധിക്കേണ്ടത്. വ്യാസഭാരതത്തിൽ വ്യാസൻ എഴുതിയ മഹാഭാരതം ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കണം. ദയവ് ചെയ്ത് ശ്രദ്ധയോടെ വായിക്കണം. അദ്ദേഹം പറഞ്ഞു, അമ്മ, തീർച്ചയായും അമ്മയുടെ വാക്ക് വെറുതെയാകില്ല, ഞാനത് ചെയ്തു കൊള്ളാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഈ രാജകുമാരിമാർ 1 വർഷം വ്രതം അനുഷ്ഠിക്കണം. 1 വർഷം വ്രതം നോറ്റ് ആ വ്രതത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന നിർമ്മലത, നൈർമല്യം അവരുടെ ശരീരത്തിലും മനസ്സിലും എപ്പോ ഉണ്ടാകുന്നുവോ അപ്പോഴേ നല്ല മക്കൾ ജനിക്കൂ അമ്മ. അതുകൊണ്ട് 1 കൊല്ലം ഈ രാജകുമാരിമാർ വ്രതം നോക്കട്ടെ. സത്യവതി പറഞ്ഞു, മോനെ വ്യാസ, സമയമില്ല നമുക്കതിനുള്ള. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കണം. ക്ഷത്രിയന്മാരെ സംബന്ധിച്ചൊരു കുഞ്ഞ് ജനിച്ചാൽ മതി. നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ എടുത്തുയർത്തി ഒരമ്മ മഹാറാണി പറയുന്നു, ഇതാണ് നമ്മുടെ രാജാവെന്ന് പറഞ്ഞാൽ ഇനി അവനെ മുൻനിർത്തി രാജ്യം ഭരിക്കാൻ ആരെങ്കിലും മതി. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കണം എന്നതാണ് ക്ഷത്രിയന്മാരെ സംബന്ധിച്ച നിയമം. അതുകൊണ്ട് സത്യവതി പറഞ്ഞു, പറ്റില്ല, സമയമില്ല, ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കണം. വീണ്ടും വ്യാസൻ കൈകൂപ്പി പറയുന്നുണ്ട്, അമ്മ, 1 വർഷത്തെ വ്രതോപാസനയുടെ നൈർമല്യമില്ലാതെ മക്കളുണ്ടായാൽ നല്ലതല്ല അമ്മ. അപ്പോഴും സത്യവതി സമ്മതിച്ചില്ല. അമ്മയുടെ നിർബന്ധത്തിന് 2 മക്കളുണ്ടായി, പാണ്ഡു, ധൃതരാഷ്ട്രം. മനസ്സിലാവുണ്ടോ? ലോകത്തിൽ ഏറ്റവും പവിത്ര കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ശങ്കയുമില്ലാതെ പറയണം, അത് ഒരു തലമുറയെ സൃഷ്ടിക്കലാണ്. മൃഗങ്ങളെ പോലെയല്ല മനുഷ്യൻ. മനുഷ്യന് കുറച്ചും കൂടിയും അവബോധന സാമർഥ്യമുണ്ട്. മനു അവബോധനെ, അതാ മനുഷ്യൻ. ഈ അവബോധന സാമർഥ്യമുള്ള മനുഷ്യന് കുറച്ചെങ്കിലും വകതിരിവ് വേണം. ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കാമചേഷ്ട നടത്തുമ്പോൾ ഒരെണ്ണം ഉണ്ടാകരുത്. ആ കുഞ്ഞിന്റെ പേര് കാമസന്തതി എന്നാണ്. അവരാണ് ഇന്നത്തെ സമൂഹത്തെ ദുഷിപ്പിക്കുന്നത്. നിങ്ങൾ ആ കുഞ്ഞിനെ എന്ത് ഉപദേശം കൊടുത്താലും ആ കുഞ്ഞ് ഒരു പരിധിക്കപ്പുറം പോവില്ല. അതുകൊണ്ട് മഹാഭാരതത്തിൽ ഈ കഥ ഒന്ന് വീട്ടിൽ ചെന്ന് മഹാഭാരതം ഒന്നെടുത്ത് വായിക്കണം. ഇല്ലാത്തവര് ഗൂഗിൾ എടുക്കുക, ശ്രേയസ്.in അടിച്ചു കൊടുത്താൽ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളുടെ വലിയൊരു ഗ്രന്ഥനിര കിട്ടും. വ്യാസൻ എഴുതിയ മഹാഭാരതത്തിന്റെ മലയാളം പതിപ്പുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക, ഈ വാക്കുകൾ കാണാം. കാരണം കുഞ്ഞുങ്ങൾ ജനിക്കുക എന്നത് വലിയ ആലോചന കൊണ്ട്, ശ്രദ്ധ കൊണ്ട്, പ്രാർത്ഥന കൊണ്ടുണ്ടാകേണ്ടതാണ്. 1 കൊല്ലത്തെ പ്രാർത്ഥനയാണ് വ്യാസൻ പറഞ്ഞത്. പക്ഷേ ചരകൻ ആയുർവേദം അനുസരിച്ച് 41 ദിവസത്തെ വ്രതോപാസനയ്ക്ക് ശേഷം മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കാവൂ. ശരി, ഇനി പറയുന്നത് 2 മിനിറ്റ് പറയുന്നത് കൂടി ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മുടെ ഈ ശരീരം ഇങ്ങനെ ചീർത്തു വീർത്തുണ്ടാകാനുള്ള കാരണം അന്നമാണ്. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, അന്നാത് ഭവന്തി ഭൂതാനി. സർവഭൂതങ്ങളും ജനിക്കുന്ന അന്നത്തിൽ നിന്നാണ്. സംശയമില്ലല്ലോ? ശരി, ഈ അന്നമാണ് നമ്മളിൽ എല്ലാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോരുത്തർക്ക് ആവശ്യമുള്ളത്, മുടിക്ക് ആവശ്യമുള്ളത് പോകും, മജ്ജയ്ക്ക് ആവശ്യമുള്ളത് പോകും, എല്ലിന് ആവശ്യമുള്ളത് പോകും. നമ്മുടെ ശരീരത്തിന് എവിടേക്കൊക്കെ എന്തൊക്കെ വേണോ അതെല്ലാം പോയി അവസാനം കുറെ വേസ്റ്റും പോകും. നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ സുന്ദരമായ ഫാക്ടറി
അത് വേണ്ടതല്ല. നമ്മൾ എന്ത് കഴിച്ചാലും അതൊക്കെ വേർതിരിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം പേരുണ്ട്. നമ്മൾ അത്ഭുതപ്പെടണം. ശരിക്കും ശരീരത്തെ മാറി നിന്ന് നോക്കി മനസ്സിലാക്കണം. ഈ ശരീരത്തിൽ എന്ത് കഴിക്കുന്നുവോ അതാണ് നമ്മൾ. ഇത്രയും ക്ലിയർ ആണോ? നമ്മൾ എന്ത് കഴിച്ചോ അതാണ് നമ്മൾ ഈ സ്വഭാവം ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളിൽ, അതായത് ഒരു പുരുഷനിൽ സ്ത്രീയിൽ, പുരുഷനിൽ അവൻ കഴിച്ച ഭക്ഷണമാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ, ഭക്ഷണമാണ് ഒരു പതുക്കെ പതുക്കെ ശരീരത്തിൽ വീര്യം, ശുക്ലം, രേജസ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്നത് കഴിച്ച ഭക്ഷണമാണ്. സ്ത്രീയിൽ അണ്ഡമായി മാറുന്നതും ഇതേ ഭക്ഷണമാണ്. ശുക്ല ശോണിതം, ശോണിതമാണ് സ്ത്രീയിൽ ഉണ്ടാകുന്ന പുത്ര ഉൽപാദനത്തിനുള്ളത്. ഈ ശുക്ല ശോണിതത്തിന്റെ സംയോഗത്തിന് കാരണഭൂതമാകുന്നത് കഴിച്ച ഭക്ഷണമാണ്. ഭക്ഷണമാണ് പുരുഷനിൽ വീര്യത്തെ ഉണ്ടാക്കിയത്. സ്ത്രീയിൽ അണ്ഡമായി മാറുന്നതും ഒരു സംശയവും വരുത് കഴിച്ച ഭക്ഷണമാണ്. വിവാഹം നിശ്ചയിച്ചാൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബന്ധു വീട്ടിലൊക്കെ പോയി നിൽക്കില്ലേ? മറ്റൊരു വീട്ടിൽ പോയി താമസിക്കാനുള്ള ട്രെയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമാണ്, പലതിൻ്റെയും ഭാഗമാണ്. അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത അമ്മായി പറഞ്ഞു കൊടുക്കണം, പലരും ചിലതൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് തിന്നാൻ വേണ്ടിയിട്ടല്ല പോണത് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശവും ഉണ്ട്. ഈ പെൺകുട്ടി അവിടെ ചെന്ന് താമസിച്ചാൽ നിങ്ങൾ ആ പെൺകുട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുക്കുക? എന്തൊരു നിശബ്ദത! എന്ത് ഭക്ഷണം കൊടുക്കുക? ചിക്കൻ, മട്ടൻ, പോത്ത്, പന്നി, കോഴി, നേരത്തെ പറഞ്ഞു. ശരി, ഈ കുഞ്ഞ് ഇത് കഴിച്ചു. ആൺകുഞ്ഞും ഇത് തന്നെ കഴിക്കുക കേട്ടോ, മറക്കണ്ട. ഇവർ വിവാഹം കഴിച്ചു. വിരുന്നുണ്ണൽ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടല്ലോ. ആ വിരുന്നുണ്ണൽ രണ്ടുപേരും കൂടി നമ്മുടെ വീട്ടിൽ വന്നു. നമ്മൾ എന്താ കൊടുക്കുക? കോഴി, പോത്ത്, ആട്, അങ്ങനെയാണ് കൊടുക്കും. ശരി, കഴിച്ച ഭക്ഷണമാണ് ഒരു പുരുഷനിലും ഒരു സ്ത്രീയിലും. ആ സമയത്ത് പെൺകുട്ടിയുടെ പേര് ജായ എന്നാണ്. പേര് മറക്കരുത്. ജായ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ എന്നാണ്. പുരുഷനെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവളായതുകൊണ്ട് വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകുന്നത് വരെ ആ പെൺകുട്ടിയുടെ പേര് ജായ എന്ന് പറഞ്ഞ്. ജായ, ചായ അല്ല കേട്ടോ, നമുക്ക് ആന്ന് പറഞ്ഞേ അറിയുള്ളൂ. ആ ചവർഗത്തിൽ മൃദു അക്ഷരമാണ്. തൊട്ടു നോവിക്കാൻ പാടില്ല മൃദു അക്ഷരങ്ങളെ. ജായ ജനിപ്പിക്കുന്നവളാണ്. നിങ്ങൾ ദമ്പതി എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? ദമ്പതി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നല്ല അർത്ഥം. ജായാംച പതിഞ്ച ദമ്പതി. ജായയും പതിയും ചേരുമ്പോഴാണ് ദമ്പതി ഉണ്ടാകുന്നത്. ഭാര്യയും ഭർത്താവും അല്ല. നവദമ്പതികൾ എന്നൊക്കെ പറഞ്ഞ പുതിയ ദമ്പതി എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിന്റെ സങ്കല്പം. ജായ ഈ ആണിനെ പുനർജനിപ്പിക്കണം. അപ്പൊ അവനെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളത് ആ സ്ത്രീ. ഒരു സ്ത്രീയുടെ കഴിവ് മനസ്സിലാക്കണമെങ്കിൽ, പുരുഷന് പുനർജനിക്കണമെങ്കിൽ ശക്തി സ്വരൂപിണിയായ ദേവി എന്നുള്ള ഭാവത്തിലാണ് ജായ എന്ന് വിളിക്കുന്നത്. ഈ ജായ വേണം. ശരി, ഈ കുട്ടികൾ ഇനി ഭക്ഷണം കഴിക്കുന്നതൊക്കെ എന്താ? വിരുന്ന് എന്തായാലും 2-3 മാസം ഉണ്ടാവില്ലേ? അതൊന്നും ഉണ്ടാവും. എന്തൊക്കെ കഴിക്കുക? പൊരിച്ചു നിർത്തിയത്, പിന്നെന്താ ഗ്രില്ലിൽ പൊള്ളിച്ചത്, കുഴിമന്തി, അങ്ങനെ തുടങ്ങിയിട്ടെല്ലാം കഴിക്കും. നല്ലത്. പക്ഷെ ഈ കഴിക്കുന്ന ഭക്ഷണമല്ലേ പുരുഷനിൽ വീര്യം ശുക്ലമായും സ്ത്രീയിൽ അണ്ഡമായും മാറിയത്? അതെ, ഒരു 3, 4, 5, 6 മാസം കൊണ്ട് ഇവർ കഴിച്ച ഭക്ഷണമൊക്കെ രൂപാന്തരപ്പെട്ട് അവർക്ക് സൃഷ്ടിക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ ശരീരത്തിൽ ഉണ്ടായി. ശരി, അങ്ങനെ അവർക്കൊരു കുഞ്ഞ് വിശേഷമായി എന്ന് നമ്മൾ പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു. ക്ലിയർ അല്ലേ? ശരിയല്ലേ? ആ കുഞ്ഞിന്റെ സ്വഭാവം എന്തായിരിക്കും? എന്താ അവർ കഴിച്ചത്? കോഴി. അപ്പൊ കുഞ്ഞിന്റെ സ്വഭാവം എന്താ? കോഴി. പിന്നെ അടുത്ത സ്വഭാവം പറ. ഇതെന്താ പോത്തിന്റെ ജന്മോ ഈശ്വര? ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചില അമ്മമാര് വേദനയോടുകൂടി പറയുന്നത് കേൾക്കാം. ആ കുഞ്ഞിന്റെ സ്വഭാവം എന്താ? പോത്ത്. നിലത്തിരിക്കില്ല, എന്തെങ്കിലും മേലെ പിടിച്ചു കയറി ഏറ്റവും മുകളിൽ പോയിരിക്കുള്ളൂ. കുഞ്ഞിന്റെ സ്വഭാവം എന്താ? ആട്. താഴെ നിൽക്കണം. കണ്ടിട്ടുണ്ടോ? നിൽക്കത്തില്ല.
പിന്നെ പന്നി, ഇങ്ങനെ കുറെ സ്വഭാവം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ തലമുറയെ കുറ്റം പറയുക. എന്ത് അവകാശമുണ്ട് കുട്ടികളെ കുറ്റം പറയാൻ? നമ്മുടെ മക്കളെ കുറ്റം പറയാൻ നമുക്ക് എന്ത് അവകാശമുണ്ട്? എന്നിട്ട് കുട്ടികളാത്ര കുഴപ്പക്കാര്, സർവ്വ കുഴപ്പങ്ങളും കുട്ടികളാത്രേ. ഈ കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തേ? മനുഷ്യനാത്രേ. മൃഗങ്ങൾക്കുണ്ട് വകതിരിവ്. ലോകത്തിൽ ഒരു മൃഗവും മഴക്കാലത്ത് പ്രസവിക്കില്ല. ഏത് മൃഗം മഴക്കാലത്ത് പ്രസവിക്കുക? കുത്തുവെച്ച് പ്രസവിപ്പിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു മൃഗവും മഴക്കാലത്ത് പ്രസവിക്കില്ല. പക്ഷെ മനുഷ്യൻ പ്രസവിക്കും. അവന് കാലമില്ല, മുഹൂർത്തമില്ല, ഭക്ഷണമില്ല, മനോഭാവമില്ല, ഒന്നുമില്ല. ഇത് 5 ഘടകം ചേരുമ്പോഴാണ് ആയുർവേദം അനുസരിച്ച് ചരക സംഹിതയിൽ ചരകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ 5 ഘടകങ്ങൾ വേണം. ഇതെല്ലാം ഒരുമിച്ച് വരാതെ ഒരിക്കലും പുത്രോത്പാദനത്തെ പറ്റി ചിന്തിക്കരുത്. നമുക്ക് പുച്ഛമല്ലേ ആയുർവേദം എന്ന് പറഞ്ഞാൽ? ആയുസിന്റെ, ജീവിതത്തിന്റെ, ജീവിതചര്യയുടെ ശാസ്ത്രമാണ്, ചികിത്സയല്ല കേട്ടോ ആയുർവേദം. ശരി, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ആലോചിക്കൂ. ആകെ ഇന്ന് വിവാഹം കഴിഞ്ഞ കുട്ടികൾ തീരുമാനിക്കും കേട്ടോ. അത് തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. വിവാഹം കഴിഞ്ഞു, 2 പേരും കൂടി പ്രതിജ്ഞ ചെയ്തു, കുട്ടികൾ വേണ്ട. എന്താ തീരുമാനം? കുട്ടികൾ വേണ്ട. അവസാനം ഈ വകതിരിവ് വട്ടപൂജ്യമായതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഉണ്ടാവും. വിശേഷം എന്തെന്ന് അറിഞ്ഞാൽ ഉടനെ നടക്കുന്നത് 2 പേർ തമ്മിലുള്ള സംഘർഷമാണ്. സ്ത്രീയും പുരുഷനും, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി തല്ലുകൂടും. പറഞ്ഞതല്ലേ വേണ്ടാന്ന്. പിന്നെ ഈ പെൺകുട്ടിയുടെ മനസ്സ് മുഴുവൻ എൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഇതിനെ ഇല്ലാതാക്കാനുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കും. മനോഭാവം നോക്കണേ. ഉള്ളിലുള്ളതിന് 2 ഹൃദയം ഒരുപോലെ കൊണ്ടു നടക്കുന്നവള ഒരു ഗർഭവതി. ഒരു ചെറിയ പ്രശ്നം മതി നേർത്ത ഹൃദയത്തിന് തുള വീഴാൻ. ഈ വാൽവിൻ ഓട്ടാന്ന് പറഞ്ഞ് കൊണ്ട് നടക്കണം കണ്ടിട്ടില്ലേ? അത് വരും. ഈ ബോധമില്ലാത്ത ഈ പെൺകുട്ടി ഇതിനെ ഒഴിവാക്കണം. ഭർത്താവും കൂട്ടാണ്, 2 പേരും കൂടി ദിവസങ്ങളുടെ ചർച്ചയിൽ മുഴുവൻ ഉണ്ടായ ശരീരത്തിലുണ്ടായ ഹോർമോൺ എന്താ? ഇതിനെ ഒഴിവാക്കുക. അങ്ങനെ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒഴിവാക്കണമെന്ന് പ്രശ്നമില്ല, ആരെങ്കിലും ഒരാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം മരണപ്പെടും. അവസാനം തീരുമാനിച്ചതിനെ വളർത്തു തന്നെ. ഈ വളർത്തലിന്റെ ഓരോ ഘട്ടത്തിലും ഈ കുട്ടിയുടെ മനസ്സും ഭർത്താവിന്റെ വാക്കുകളും മുഴുവൻ ഇതിനെ ഒഴിവാക്കാൻ പറ്റാത്തതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഇവർക്ക് ആവശ്യമില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിന്റെ പേരാണ് അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറഞ്ഞേ. അൺവാണ്ടഡ് ചൈൽഡ്, ആവശ്യമില്ലാതെ ജനിച്ചത്. ഈ കുഞ്ഞാണ് വീട്ടിൽ എന്നും പറയുന്നത് എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, അച്ഛൻ എന്നെ ഇഷ്ടമില്ല, മറ്റുള്ളവരോടാണ് ഇഷ്ടം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ജനിച്ചതിനെ പറ്റി ആലോചിച്ചോളൂ. അവർ അൺവാണ്ടഡ് ചൈൽഡ് ആയിരുന്നു. ആഗ്രഹിക്കാതെ വന്നു ചേർന്നതായിരുന്നു അവർ. അങ്ങനെ വന്നു ചേർന്നതാ. നോക്കൂ, ലോകത്തിൽ ഏറ്റവും പവിത്രം ഗർഭാധാനമാണ്. ഗർഭം ആദാനമാണ്. ഒരു പെൺകുട്ടി ഗർഭത്തെ സ്വീകരിക്കുക. ആൺകുട്ടി ഗർഭം കൊടുക്കല്ല, ഗർഭപ്രധാനം എന്നല്ല അതിൻ്റെ പേര്. സ്വീകരിക്കുന്നയാളുടെ മനോഭാവമാണ് കിട്ടുന്ന വസ്തുവിൻ്റെ മൂല്യം. ഞാൻ നിങ്ങൾക്ക് എന്ത് വസ്തു തരുമ്പോഴും നിങ്ങൾ ഏത് മനോഭാവത്തോടെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സ്വീകരിക്കുന്നയാളുടെ ഉള്ളിൽ കാമമാണെങ്കിൽ കിട്ടുന്നതിന്റെ സ്വരൂപം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഭീഷ്മർ പറഞ്ഞത്, വ്യാസൻ പറഞ്ഞത്, പ്രാർത്ഥനയുടെ ഫലമായി കുഞ്ഞ് ജനിക്കണം. വിളിച്ചു വരുത്തുന്ന അതിഥിയായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ വരണം. ശരി, അച്ഛനമ്മമാരോടുള്ള കടം വീട്ടാൻ 2ാമത്തെ കാര്യം ഇപ്പൊ പറഞ്ഞത്, വിവാഹം കഴിച്ച് അടുത്ത തലമുറയെ വിധിയാവണ്ണം ഉണ്ടാക്കണം. 3ാമത്തത്, മരിച്ചവർക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങളും പിണ്ടബലിയും ചെയ്യണം. ഇത്രയും ചെയ്താൽ പിതൃകർമ്മം, 1ാമത്തെ കർമ്മം പൂർത്തിയായി. വിവാഹം കഴിക്കുന്നത് 1ാമത്തെ കാര്യം, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, വിവാഹം കഴിക്കുക, വിധിയാവണ്ണം അടുത്ത തലമുറയെ ഉണ്ടാക്കണം. തലമുറ ഉണ്ടാകരുത്.
സംശയമുള്ളവര് ഉപനിഷത്തിൽ ഒരു ഉപനിഷത്തിന്റെ പേര് ഗർഭോപനിഷത്താണ്. ഗൂഗിളിൽ അടിച്ചപ്പോൾ കിട്ടുമോ ആ ഗ്രന്ഥം? ഗർഭോപനിഷത്ത്. അങ്ങനെ ഒരു ഉപനിഷത്ത് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? വഴിയില്ല. മനോരമ, മംഗളം, വനിതാലക്ഷ്മി, ഗൃഹലക്ഷ്മി, മനോരാജ്യം, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹിന്ദുക്കളല്ലേ? അതാണ്. ഭാഗവതത്തിൽ കപിലോപദേശമുണ്ട്. ഒന്ന് വായിച്ചോളൂ, വായിക്കണം. ഇവിടെ എവിടെയെങ്കിലും ഒരു വിദ്യാനികേതന്റെ വിദ്യാലയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചാൽ അവരൊരു പുസ്തകം തരും, ഗർഭസംഹിത. ആ വിദ്യാലയത്തിൽ ഉണ്ടാകണം എന്നാണ് ആ പുസ്തകം, ഗർഭസംഹിത. ഒന്ന് വായിക്കും. അതിൽ മറ്റൊരു പുസ്തകമുണ്ട്, ശിശു വികാസ പ്രക്രിയ എന്ന് പറഞ്ഞൊരു റിസർച്ച് ഗ്രന്ഥമുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. ഒന്നും വേണ്ട, കാമശാസ്ത്രം. ഒരു പ്രാവശ്യമെങ്കിലും കാമശാസ്ത്രം ഒന്ന് വായിക്കൂ. ആര് വായിച്ചിട്ടുണ്ട്? ഒരു ജീവിതക്രമമാണോ? നമുക്കിതൊക്കെ ചീച്ചി, എന്താ പറയാ, ചീച്ചി. കുട്ടികൾ മൂത്രമൊഴിക്കുന്നതിന് എന്താ പറയാ? ചീച്ചുത്ത്. അതിനെ പറയാ ഒക്കെ ചീച്ചിയാണല്ലോ. 3 കാര്യം ചെയ്താൽ പിതൃയജ്ഞം കഴിഞ്ഞു. ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ പൂർവികന്മാർ ജീവിക്കാൻ ചില മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ഇങ്ങനെയൊക്കെ ജീവിക്കണേ, ഇങ്ങനെയൊക്കെ ജീവിക്കണേ, കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളൊക്കെ അവർ ഗ്രന്ഥരൂപത്തിലാണ് നമുക്ക് എഴുതി തന്നത്. ഗ്രന്ഥരൂപത്തിൽ എഴുതി തന്ന ഈ നിർദ്ദേശങ്ങളാണ് ഗ്രന്ഥങ്ങളായി നമ്മുടെ മുന്നിൽ തന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കടം പൂർവികന്മാരോടുള്ള കടം വീട്ടലാണ്. അതിൻ്റെ പേര് ബ്രഹ്മയജ്ഞം. ഒന്ന് പറഞ്ഞു നോക്കൂ, ബ്രഹ്മയജ്ഞം. ഒന്നാമത്തെ പിതൃയജ്ഞം, രണ്ടാമത്തെ ബ്രഹ്മയജ്ഞം. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, പഠിക്കുക, പഠിപ്പിക്കുക. എന്ത് പഠിക്കുക? ഇംഗ്ലീഷ്, മാത്സ് അല്ല അല്ല അല്ല. നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് അല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസനം ചെയ്യപ്പെടുന്നത്, നിർദ്ദേശിക്കുന്നത്, വഴികാട്ടുന്നത്. ഇങ്ങനെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളുടെ പേരാണ് ശാസ്ത്ര ഗ്രന്ഥം എന്നുള്ളത്. രാമായണം, മഹാഭാരതം, ഉപനിഷത്തുക്കൾ, അങ്ങനെ തുടങ്ങി നാരായണ ഗുരുദേവൻ എഴുതി തന്ന ആത്മോപദേശ ശതകം, ദൈവദശകം, അനുകമ്പാദശകം, ഇങ്ങനെയുള്ള കൃതികൾ അല്ല, ജ്ഞാനപാന, ഹരിനാമ കീർത്തനം, ഇങ്ങനെയുള്ള കൃതികൾ. ഇങ്ങനെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് എഴുതി തന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥം, ഒരെണ്ണം നന്നായി പഠിച്ച് മക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ അവരെ പഠിപ്പിക്കണം. പഠിക്കുക, പഠിപ്പിക്കുക. ഇത് വിവാഹം കഴിച്ച ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ഭാര്യ, ഭർത്താവ് എന്ന് പറയുന്നവരുടെ ധർമ്മമാണ്. കുട്ടികൾക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് അവരെ ധാർമ്മിക ബോധമുള്ളവരാക്കണം. ധർമ്മബോധം നമ്മുടെ കുട്ടികൾക്ക് വേണം. അതിന് വായിക്കുക, കുട്ടികൾക്ക് മനസ്സിലാവുന്ന പോലെ ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അതിന് ഒരു കഥ പറയട്ടെ, ആ കഥ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ മഹാഭാരതം ശരിക്കും ഒരു മുത്തശ്ശിയുടെ കഥയാണ്. ആ മുത്തശ്ശിയുടെ പേര് കുന്തി എന്നാണ്. കേട്ടിട്ടുണ്ടല്ലോ? കുന്തി അറിയാം. പക്ഷെ കുന്തിക്ക് ഒരച്ഛനുണ്ട്. അച്ഛൻ്റെ പേരറിയുമോ? കുന്തിയുടെ അച്ഛൻ്റെ പേര്, ഹിന്ദുക്കളായതുകൊണ്ടാണ്. ഇതൊരു ക്രിസ്ത്യൻ കൺവെൻഷനാണ് അവർ പിന്നീട് പറഞ്ഞത്. അച്ഛൻ്റെ പേര് ശൂരൻ എന്നാണ്. എന്താ പേര്? ശൂരസേനൻ. ശരി. ശൂരസേനന് കുറെ മക്കളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പേര്. കുന്തിക്ക് ഒരു ആങ്ങളയുണ്ട്. കുന്തിയുടെ ആങ്ങളയുടെ പേര് പറ. വസുദേവ, കൃഷ്ണന്റെ അച്ഛൻ. വാസുദേവ. അതെ അതെ അതെ. ഓ, അപ്പൊ കുന്തിയും പാണ്ഡവരും കൃഷ്ണനും തമ്മില് അച്ഛൻപെങ്ങളാ, അച്ഛൻപെങ്ങളാണ്. ശരി. കുന്തി. അപ്പൊ ശരിക്കും പേര് പൃഥ എന്നാണ്. ശൂരന് വസുദേവനും പൃഥയുമാണ് മക്കൾ. ഈ വസുദേവന് ഒരു ബന്ധുവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കുന്തി ഭോജൻ എന്നാണ്. അദ്ദേഹത്തിന് മക്കളില്ല. അപ്പൊ ഈ വസുദേവൻ പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്, ഒരാളെ തരാം എന്ന് പറഞ്ഞു പൃഥയെ കുന്തി ഭോജന് കൊടുത്തപ്പോൾ കുന്തി ഭോജന്റെ പേരിൽ ഈ മോൾ അറിയപ്പെട്ടു. ഇപ്പൊ എന്താ പേര്? പൃഥയുടെ കുന്തി. അങ്ങനെയാണ് കുന്തിന്ന് പേര് കിട്ടിയത്. ഇത്രയും മനസ്സിലാക്കുക. വെറുതെ തലയാട്ടിക്കോളൂ, എനിക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. കുന്തി ഭോജൻ, അദ്ദേഹത്തിന്റെ മകള് കുന്തി. അച്ഛൻ കൈവിട്ട മോളാട്ടോ.
ഒരച്ഛൻ ഒരു പെൺകുഞ്ഞിനെ കൈവിട്ടാൽ ആ പെൺകുഞ്ഞ് എവിടെയെങ്കിലും പോയി വീഴും. ഈ കുഞ്ഞും വീണു. കുന്തി ഭോജന്റെ വീട്ടിൽ രാജകൊട്ടാരത്തിൽ ഈ കുട്ടി ജീവിക്കുകയാണ്. അവൾ വളർന്ന് കൗമാരക്കാരിയായി. അവൾ ആരായി? എന്റെ കൗമാരം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താ? കൗമാരം ഉത്തരമൊന്നും പറയില്ലേ, അവരുടെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാ. കൗമാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷീകരിച്ച ആംഗലേയ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെങ്കിൽ ടീനേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൗമാരം തന്നെ മനസ്സിലാക്കണം. കൗമാരം എന്ന് പറഞ്ഞാൽ കുൽസിത മാര ഭാവം എന്ന് പറഞ്ഞേ. കൗമാരം എന്ന് പറഞ്ഞാൽ കുൽസിതം എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാത്ത, പക്വതയില്ലാത്ത. കുൽസിതം. മാരൻ, മാരഭാവം. മാരൻ എന്ന് പറഞ്ഞാൽ മന്മഥൻ അഥവാ കാമദേവൻ. വകതിരിവില്ലാത്ത കാമചിന്തകളുടെ പ്രായത്തിന്റെ പേരാണ് കൗമാരം. ഇപ്പൊ മനസ്സിലായോ കൗമാരം എന്താന്ന്? ഇപ്പോഴാ മനസ്സിലാവുള്ളൂ. 13 വയസ്സ് ഇംഗ്ലീഷുകാരൻ പറഞ്ഞ ടീനേജാണ്. ഇന്ന് നിങ്ങൾ പറ, ഒരു കുട്ടിയുടെ കൗമാരക്കാലം 13 അതോ 8 വയസ്സ് 9 വയസ്സാണോ? അന്നത്തെ 13 അല്ല. ഇന്ന് ഒരു 9 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പെൺകുട്ടികൾ മുതിർന്ന കുട്ടികളാവും. അങ്ങനെ കൊടുക്കണത് കഴിക്കണ ഭക്ഷണമാണ്. ഓർത്തോളൂ, മറക്കണ്ട. ഈസ്ട്രജൻ കേട്ടോ? ഈസ്ട്രജൻ കുറെ പേര് കേട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ ഹോർമോണാണ്. ഈ ഹോർമോൺ ശരീരത്തിൽ അധികമാകുമ്പോഴാണ് ശരീരം ചീർത്ത് വരിക. സ്ത്രീകളുടെ ശരീരം മാംസളമാകണമെങ്കിൽ ഈസ്ട്രജൻ വർദ്ധിക്കണം. ഇറച്ചിക്കോഴിയിലും അത് തന്നെയാണ് ഇൻജക്ട് ചെയ്യണത്. എന്നാൽ മാത്രമാണ് അത് മാംസളമായി വരുള്ളൂ. അപ്പൊ കഴിക്കുമ്പോൾ വലിയ എല്ലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അത് അധികം കഴിക്കുമ്പോൾ ഈസ്ട്രജന്റെ അളവ് ചിലപ്പോൾ ശരീരത്തിൽ വർദ്ധിക്കും. അപ്പോൾ പെൺകുട്ടി പെട്ടെന്ന് എന്താ പറഞ്ഞേ? പെൺകുട്ടി പെട്ടെന്ന് സ്ത്രീയാവും. സ്ത്രീ എന്ന് പറഞ്ഞാൽ പ്രസവേഷു എന്നാണ് അർത്ഥം. പ്രസവിക്കുന്നവളെയാണ് സ്ത്രീ എന്ന് പറയുള്ളൂ. അതിന് മുൻപ് സ്ത്രീയല്ല, ശേഷവും സ്ത്രീയല്ല. ആർത്തവകാരീനെ വിളിക്കുന്ന പേരാണ് സ്ത്രീ. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് നല്ല പറഞ്ഞത്. വാക്ക് ശ്രദ്ധിക്കണം. സ്ത്രീ എന്ന് പറഞ്ഞാൽ ആർത്തവകാലീന. ക്ലിയറായോ? പ്രസവിക്കാൻ ശേഷിയുള്ളവരുടെ പേരാണ് സ്ത്രീ. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ സ്ത്രീ എന്ന് വിളിക്കില്ല. മുതിർന്നു കഴിഞ്ഞാലും സ്ത്രീ എന്ന് വിളിക്കില്ല. കാരണം ആർത്തവം ഇല്ലാതായ പിന്നെ സ്ത്രീയല്ല. വാക്കിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് വിവരമില്ലാത്തവരല്ല സ്ത്രീകൾ വരണ്ട എന്ന് പറഞ്ഞത്, പെണ്ണുങ്ങൾ വരണ്ട എന്നല്ല പറഞ്ഞത്. സ്ത്രീ എന്നാ പറഞ്ഞത്. ആർത്തവകാലീന വരണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പെൺകുട്ടികൾ പെട്ടെന്ന് സ്ത്രീയാകുന്നത് അവരുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം ഒരു ഘടകമാണ്. പുതിയ തലമുറയുടെ കൗമാരം എന്ന് പറയുന്നത് 13 അല്ല. ദയവ് ചെയ്ത് ഒരു 9 വയസ്സ് 10 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് ഏതാണ്ട് എല്ലാം അറിയാം. ഞാനൊരു സ്കൂളിൽ 5-8 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. 4ാം ക്ലാസ്സുകാരിക്ക് എല്ലാം അറിയാം. അതൊന്നും വേണ്ട. അവള് പച്ചക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവള് മാത്രമല്ല, എല്ലാവരും ടീമാ അവര്. ഞാൻ പറഞ്ഞത് 8-9 വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ്. പുതിയ തലമുറയാണ്. 3 വയസ്സുകാരൻ 13 വയസ്സുകാരൻ്റെ IQ ഉള്ള കാലമാണ്. അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ 13കാരൻ ഒരു 10 വയസ്സിന്റെ അധിക വളർച്ചയും അധിക വർത്തമാനവും അധികമായി അവരെല്ലാം അവർ പറയും. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. 24 മിനിറ്റ് കൂടി പറയട്ടെ, 12:30 അവസാനിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കി നിർത്തിക്കോളാം. അങ്ങനെയുള്ള പ്രായമാണ് കൗമാരം. അപ്പൊ കൗമാരം എന്ന് പറഞ്ഞാൽ ഇന്നൊരു 9 വയസ്സ് തൊട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനമ്മമാരുടെ സമീപനമാണ് ഈ പ്രശ്നം. കുട്ടികളല്ലേ പ്രശ്നം? കുട്ടികളെല്ലാം നല്ലവരാ. പക്ഷെ ആ പ്രായത്തിനൊരു വ്യത്യാസമുണ്ട്. അത് കൗമാരമാണ്, കുൽസിതമാനഭാവമാണ്, പക്വതയില്ലാത്ത, വകതിരിവില്ലാത്ത കാമചിന്തകളുടെ പ്രായമാണ്. ഏതും പരീക്ഷിച്ചും നിരീക്ഷിച്ചും എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായമാണ്. അത് അരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അരുതെന്ന് ചിന്തിക്കുന്ന പ്രായമാണ്. ഉപദേശിക്കുന്നത് എതിര് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്താൽ എന്താ എന്ന് വിചാരിക്കുന്ന പ്രായമാണ്. ഈ പ്രായമാണ് കൗമാരം.
അതുകൊണ്ട് കൗമാരക്കാർ വീട്ടിലുണ്ടെങ്കിൽ കൗമാരക്കാർക്കല്ല ക്ലാസ് വേണ്ടത്, അവരുടെ അച്ഛനമ്മമാർക്കാണ്. അച്ഛനമ്മമാരാണ് കൗമാരക്കാരെ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് കുട്ടികളെ നിങ്ങൾ ദയവ് ചെയ്ത് ഉപദേശിച്ച് പുഴുവിനെ വേട്ടാളനാക്കരുത്. ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് കഷ്ടമാണ്. ചുറ്റുപാട് ഉപദേശങ്ങളാണ്. അങ്ങോട്ട് തിരിഞ്ഞ ഉപദേശം, ഇങ്ങോട്ട് തിരിഞ്ഞ ഉപദേശം. അവനോട് മിണ്ടരുത്, അവളോട് മിണ്ടരുത്, അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, അങ്ങനെ കിടക്കരുത്, ഇങ്ങനെ കിടക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉപദേശം കേട്ട് മടുത്തു. ആരെങ്കിലും ഒരാൾ കൈ ഞൊട്ടി വിളിച്ചാൽ ഓടിപ്പോവാൻ തയ്യാറായിട്ടാണ് കുട്ടികൾ നിൽക്കണം. കാരണം വീട്ടിലൊരു രക്ഷയില്ല. അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് മുദ്ര കുത്തി. കാരണം അമ്മ എപ്പോഴും ഉപദേശമാണ്. ഇവിടുത്തെ കാര്യമല്ല, എൻ്റെ കാര്യം എന്താ അല്ല, അവിടുത്തെ കാര്യം പറയുന്നത്. ഇവിടെയൊക്കെ നല്ല ആൾക്കാരാണ്. ഈ കൗമാരക്കാലത്ത് കുന്തി രാജകൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. ഒരു ദിവസം ദുർവാസാവ് എന്ന് പറഞ്ഞൊരു മഹർഷി ആ രാജകൊട്ടാരത്തിൽ വന്നു 3 ദിവസം താമസിക്കാൻ പോകും. ദുർവാസാവിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. മൂക്കത്താണ് ശുദ്ധി, എപ്പോഴാ ശപിക്കുക എന്നറിയില്ല. സർവ്വതും നശിപ്പിച്ച് കളയുന്ന ദുർവാസാവ് വന്നപ്പോൾ ഈ കുന്തി ഭോജൻ ഭയന്നു. ഇദ്ദേഹം എങ്ങനെ ഇയാളെ കൈകാര്യം ചെയ്യും? അപ്പോഴാണ് വകതിരിവുള്ള തന്റെ മകളായ കുന്തിയെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. കുന്തിയുടെ വകതിരിവ് 100 മാർക്കാണ്. ആ ടീനേജുകാരി, കൗമാരക്കാരി അദ്ദേഹത്തെ നല്ലപോലെ ശുശ്രൂഷിച്ച് 3 ദിവസം സന്തോഷത്തോടെ ജീവിച്ച ഈ ദുർവാസാവ് പോകുന്ന പോക്കിൽ ഈ കുഞ്ഞിനൊരു സമ്മാനം കൊടുത്തു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കാറില്ലേ? ആ കൊടുക്കുന്ന സമ്മാനവും ദുർവാസാവ് കൊടുത്ത സമ്മാനവും ഏതാണ്ട് ഒരുപോലെയാണ്. അദ്ദേഹം കൊടുത്ത സമ്മാനം ഇതാണ്. ഒരു ആഭിചാര മന്ത്രമാണ് കൊടുത്തത്. ഈ മന്ത്രം നല്ലപോലെ ഉരുക്കഴിച്ച് സിദ്ധി നേടിയാൽ ആ മന്ത്രം ഏത് ദേവനെ വിചാരിച്ചാണോ ഈ മന്ത്രം ചൊല്ലുന്നത്, ആ ദേവൻ നിന്റെ സമീപത്ത് വന്ന് നിനക്ക് പുത്രോത്പാദനം ചെയ്യും മോളെ എന്ന് പറഞ്ഞിട്ടാണ് മന്ത്രം. കൗമാരക്കാർക്ക് കൊടുക്കാൻ പറ്റിയ മന്ത്രം അല്ലേ? ശരിയല്ലേ? വകതിരിവില്ലാത്ത കാമചിന്തകളുടെ പ്രായത്തിൽ എന്തും ഏതും പരീക്ഷിച്ചും നിരീക്ഷിച്ചും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പ്രായത്തിൽ ഒരു കുഞ്ഞിന് കൊടുത്ത മന്ത്രമാണ്. ഈ മന്ത്രം ചൊല്ലി സിദ്ധി നേടിയാൽ നീ ഏത് ദേവനെ മനസ്സിൽ വിചാരിച്ചാണോ ആ മന്ത്രം ചൊല്ലുന്നത്, ആ ദേവൻ നിന്നിൽ സന്താന ഉൽപാദനം നടത്തും. കൊടുക്കേണ്ട പ്രായം, കൊടുത്ത മന്ത്രം. ഇതുപോലെ നമ്മളും വിരൽത്തുമ്പിലെ വിസ്മയ ജാലിക, എന്താ സാധനം? യന്ത്രപ്പുര. വിരൽത്തുമ്പിൽ ഒരു വിസ്മയ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളാണ്. കൊടുക്കാൻ പാടില്ലാത്ത പ്രായത്തിൽ നമ്മളും വെച്ച് കൊടുക്കുവാനാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യമില്ല ഇതിന്റെ കുട്ടികൾക്ക്. ടീനേജുകാർക്ക് തൊടാൻ പോലും കൊടുക്കാൻ പാടില്ലാത്ത ഒന്ന്, കൊടുക്കാൻ പാടില്ലാത്ത ഒന്ന്. ആ ഒന്ന് ഈ അച്ഛനമ്മമാരെന്ന് പറയുന്നവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഏതുപോലെ? ദുർവാസാവ് ഒന്ന് കൊടുത്തതുപോലെ. ദുർവാസാവ് കൊടുത്ത് ഈ മന്ത്രം നോക്കി ടീനേജുകാരി പറഞ്ഞു, എനിക്കെന്തിനാ ഇത്? എന്നാലും ഇരിക്കട്ടെ. പക്ഷെ ദുർവാസാവ് ത്രികാലജ്ഞാനിയ. ഭാവിയിൽ ഇവർക്ക് ഈ മന്ത്രം ആവശ്യം വരുമെന്ന് അറിയാവുന്നതാണ് കേട്ടോ. നമ്മളെ പോലെ വകതിരിവില്ലാത്തതല്ല. നമ്മൾ ഭാവി തന്നെ നശിപ്പിക്കുന്ന ഒന്നാണ് കൊടുക്കുന്നത്. പക്ഷെ ദുർവാസാവ് കൊടുത്തത് ഭാവി നശിപ്പിക്കുന്നതല്ല, ഭാവിയിൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നും ആ ത്രികാലജ്ഞാനി ക്രാന്തദർശി അറിഞ്ഞു കൊടുത്ത മന്ത്രമാണ്. ഇവർക്കത് ആവശ്യം വരും. പക്ഷെ കൊടുത്തത് ടീനേജുകാരിക്കായി പോയി. അവൾ എന്ത് ചെയ്തെന്ന് അറിയോ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിന്റെ മണിമാളികയുടെ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉദിച്ചുയരുന്ന വിവസ്വാനെ കണ്ടു. ആരാ വിവസ്വാൻ? സൂര്യഭഗവാൻ, ആദിത്യൻ, അർക്കൻ. ദിവസമാണ് ദിവസമുണ്ടാക്കുന്ന ദിവാകരൻ, അഗ്നിവർണ്ണൻ, പ്രചണ്ഡകിരണൻ, സഹസ്രകിരണൻ, ആദിമദൂതൻ, പകലുണ്ടാക്കുന്നത് ആരാ? സൂര്യനാണ്. ആദ്യത്തെ ദൂതനാരാ? സൂര്യനാണ്. ആ പ്രചണ്ഡകിരണനും സഹസ്രകിരണനുമായിട്ടുള്ള സൂര്യഭഗവാൻ എന്ന വിവസ്വാൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ ഈ കൗമാരക്കാരിയുടെ ഉള്ളിൽ ഒരു കൗതൂഹലം, ഒരു കൗതുകം തോന്നി. തനിക്ക് ആ മന്ത്രം ഒന്ന് പ്രയോഗിച്ചാലോ? കയ്യിൽ കിട്ടിയ പ്രയോഗിക്കില്ലേ? ഇല്ലേ?
ചിലന്തി വല കെട്ടി ഇരയെ കാത്തിരിക്കുന്നത് പോലെ പലരും കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു, ഹായ്. കുഞ്ഞുടനെ തന്നെ കിട്ടിയ മന്ത്രം ഒന്ന് പരീക്ഷിക്കണ്ടേ, ഹീ. അവിടുന്ന് ഹായ് വന്നു. പിന്നെ ഒരു മായാ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചം ഇവിടെയും നടന്നു. ആ കൊച്ചുകുട്ടി സൂര്യഭഗവാനെ നോക്കി ആഭിചാര മന്ത്രം ചൊല്ലിയ വഴിക്ക് കൗമാരക്കാരിയുടെ മുന്നിൽ സുന്ദരനായ ഒരു സ്വരൂപമായ സൂര്യഭഗവാൻ അങ്ങനെ വന്നു നിൽക്കുകയാണ്. വന്നു നിൽക്കുന്ന പരപുരുഷനെ ആദ്യമായി കണ്ടപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി ഭയന്നുകൊണ്ട് പിന്നിലേക്ക് മാറി ഇരു കയ്യും കൂപ്പി പറഞ്ഞു, ഒരു കൗമാരക്കാരിയുടെ കൗതൂഹലം കൊണ്ട് അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, ക്ഷമിക്കണേ. പെൺകുട്ടികൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കേണ്ടതല്ലയോ? ഇത് വ്യാസൻ എഴുതിയതാണ്. പെൺകുട്ടികൾ, ആൺകുട്ടികൾക്ക് ഒരു ക്ലോസും ഇല്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. പെൺകുട്ടികൾ തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് പിൻവാങ്ങിയപ്പോൾ ഈ സൂര്യഭഗവാൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാനിനീരത്നത്തെ, മോഹനാംഗിയെ, സുകുമാരാംഗിയെ, കൗമാരഭാവമുള്ള നല്ല പ്രത്യംഗങ്ങളും അംഗങ്ങളും മനോഹര ഗാത്രമുള്ള മനോഹര ഗാത്രിയെ കണ്ട് ആ സൂര്യഭഗവാൻ ആ പെൺകുട്ടിയുടെ മനോഹര രൂപത്തിൽ അങ്ങ് ലയിച്ചുപോയി. ആ പെൺകുട്ടി വീണ്ടും കൈകൂപ്പി പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. ഒരാൺകുട്ടിയെ കയ്യും കാലും മെസ്സേജും ഫോണും ഫോട്ടോയും ഒക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തിയാൽ അവൻ വെറുതെ പോവും. ഒരു കൗതൂഹലം കൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞാൽ വെറുതെ പോകുമോ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന കൗമാരക്കാരി, മോഹനാംഗി, മോഹനമായ അംഗങ്ങളുള്ളവൾ, സുകുമാരാംഗി, സുകുമാര കളേവരമുള്ള ശരീര അവയവങ്ങളുള്ളവൾ, ആ മനോഹരമായ ഗാത്രമുള്ള പെൺകുട്ടിയെ കണ്ട് സൂര്യഭഗവാൻ ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഒന്നും ശ്രദ്ധിക്കാതെ ആദ്യമായൊരു പരപുരുഷൻ അനുവാദമില്ലാതെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി ഇരു കയ്യും കൂപ്പി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, പക്ഷേ വിളിച്ചു വരുത്തിയവന് ആ ഭാവമില്ലായിരുന്നു. ആ സൂര്യൻ ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ ഒരു ജീവന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് കർണൻ. ഈ കുന്തി അന്നു മുതൽ മരണം വരെ ഈ കുന്തി ജീവിതത്തിൽ എന്നെങ്കിലും പിന്നീട് ചിരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപമാനം കൊണ്ട് തല താഴ്ത്തി മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതയായി ജീവിച്ച കുന്തിയെ നിങ്ങൾക്ക് അറിയാമോ? തൻ്റെ മക്കൾ പരസ്പരം, അർജുനനും കൗന്ദേയന്മാർ രണ്ടുപേർ യുദ്ധം ചെയ്ത് തൻ്റെ മകനാൽ തന്നെ മരണപ്പെടുന്നത് കണ്ട് മനസ്സ് തകർന്ന് വീണ ആ കുന്തിയെ നിങ്ങൾക്കറിയാമോ? ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടമനുഭവിച്ച് നരകമനുഭവിച്ച് ജീവിച്ച കുന്തിയുടെ ചരിതം നമ്മളൊന്ന് പഠിക്കണ്ടേ? മക്കളോടൊന്ന് പറയണ്ടേ? കൗമാരക്കാരുടെ ഈ കൗതൂഹലങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ജീവിതത്തിലെ വലിയ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എത്രയുണ്ടെന്നറിയുമോ? എനിക്ക് ശോഭനമായൊരു ഭാവിയുണ്ട്. ഈ ആകാശ സീമകളെ മുഴുവൻ കീഴടക്കാനുള്ള കഴിവും ആർജവമുള്ള നമ്മുടെ തലമുറ ഏതെങ്കിലും ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ ചെന്നുപെട്ട് അവരവരുടെ ഭാവിയെ തുലച്ചു കളയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതൊന്ന് പറയണ്ടേ? നമ്മുടെ പ്രായം ഇതാണ്, ഇതെല്ലാം തോന്നുമ്പോഴും എനിക്ക് വലിയൊരു ഭാവിയുണ്ട്, എനിക്ക് ചിലതെല്ലാം ചെയ്യാൻ പറ്റും, അപ്പോൾ ഞാൻ എൻ്റെ ഭാവി ശോഭനമാക്കി ഈ ലോകത്ത് തല ഉയർത്തി നിന്ന് ജീവിക്കണ്ടേ? ചെറിയ പ്രലോഭനങ്ങളെ വിജയിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? പ്രലോഭനങ്ങളില്ലാത്ത ലോകം ഇനി ഉണ്ടാകില്ല. അടുത്ത നിമിഷം എന്തും സംഭവിക്കാം. ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാളെ എന്തും സംഭവിക്കാം. അതിന് പറ്റുന്ന പഴയ ഭസ്മാസുരൻ, ഈ ചൂണ്ടുവിരൽ കൊണ്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നവനില്ലേ, പഴയ ഭസ്മാസുരനുണ്ട്. ഈ ചൂണ്ടുവിരൽ കൊണ്ട് സർവ്വതം നശിപ്പിക്കുന്ന അതേ ഭസ്മാസുരൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഗുണമുണ്ട്. ഇന്ന് ഇതില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള വകതിരിവ് കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കണ്ടേ? അതിന് ഈ കുന്തിദേവിയുടെ കഥ മഹാഭാരതത്തിൽ ഒരു കഥയാണ് പറഞ്ഞത്. ഈ കഥ നമുക്ക് ജീവിതത്തിൽ നല്ല മാതൃകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിച്ചുകൂടാ?
പഠിപ്പിക്കേണ്ടതല്ലേ? അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ ഓരോ അച്ഛനമ്മമാരുടെയും ധർമ്മമാണ് ഈ ഗ്രന്ഥങ്ങൾ പഠിച്ച് മക്കളെ പഠിപ്പിക്കണം. ഇത് അമ്മയുടെ ധർമ്മം മാത്രമല്ല, അച്ഛൻ്റെ ധർമ്മമാണ്. അച്ഛനാണ് ഒരു വീടിൻ്റെ കേന്ദ്രബിന്ദു. അച്ഛനാണ് പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത്. പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് അമ്മയുടെ കടമയല്ല കേട്ടോ, അച്ഛൻ്റെ കടമയാണ്. അച്ഛൻ വേണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ. സംശയമുള്ളവർ രാമായണം മാത്രം എടുത്താൽ സീതയെ കുറിച്ച് ജനകൻ പറയുന്ന ഒരൊറ്റ കഥയുണ്ട്. എൻ്റെ മകളായ എൻ്റെ സീതയെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ മകൾ കൗമാരക്കാരിയായ കാലത്ത് രാമ, ഞാൻ ഈ കഥ പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ ആ ധനുസ്സെടുത്ത് ശൈവജാപം എടുത്ത് കുലച്ചോളൂ എന്ന് പറഞ്ഞ് വാൽമീകീയ രാമായണത്തിൽ ജനകൻ തൻ്റെ മകളായ സീതയെ കുറിച്ച് പറയുന്നുണ്ട്. മഹായജ്ഞം ചെയ്ത ഞാൻ ആ യജ്ഞസ്ഥലി ഉഴുതുമറിച്ചപ്പോൾ എനിക്ക് ഈ ഭൂമിദേവി സമ്മാനിച്ച ഒരു മകളാണ് സീത. അവൾ അവനിജയാണ്, അയോനിജയാണ്. അവനിജ ഭൂമിദേവിയുടെ പുത്രിയാണ്. അവൾ അയോനിജയാണ്, ഒരു യോനിയിൽ കൂടി ജനിച്ചതല്ല അവൾ. അങ്ങനെയുള്ള എൻ്റെ മകളെ ഞാൻ എൻ്റെ പൊന്നോമനയായി വളർത്തി. അവൾ കൗമാരക്കാരിയായി, അവൾ വളർന്നു തുടങ്ങി. എൻ്റെ മകൾ വളർന്നു തുടങ്ങിയപ്പോൾ, ഒരു പെൺകുട്ടി വളർന്നു തുടങ്ങിയാൽ കഴുകൻ കണ്ണുകൾ അവളെ വട്ടമിട്ട് പറക്കും. ഇതറിയാവുന്ന ജനകൻ പറയുന്നു, എൻ്റെ മകൾ വളർന്നു വലുതായപ്പോ അവളെ വേണമെന്ന് പറഞ്ഞ് പലരും എൻ്റെ വീട്ടിൽ വന്നു. രാമായണത്തിലെ കഥയാ പറയുന്നത്. സീത വളർന്നു വലുതായപ്പോൾ സീതയെ വേണമെന്ന് പറഞ്ഞ് പലരും വന്നപ്പോൾ, അയൽ രാജ്യത്തിലെ രാജാക്കന്മാരും എല്ലാവരും വന്നപ്പോൾ, മോഹനാംഗിയും സുകുമാരാംഗിയുമായ തൻ്റെ മകളെ വേണമെന്ന് വന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ജനകൻ പറയുന്നുണ്ട്, ഞാൻ അല്പന്മാർക്ക് എൻ്റെ മകളെ കൊടുക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതൃപൈതാമഹന്മാരായി ഞങ്ങൾക്ക് ലഭിച്ച ദിവ്യമായ ധനുസ്സെടുത്ത് അവരുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ആരാണോ ഇത് കുലയേൽക്കുന്നത് അവർക്ക് ഞാൻ എൻ്റെ മകളെ തരാം. വീരശുൽക്കയായ എൻ്റെ മകളെ ഞാൻ പ്രഖ്യാപിച്ചു. നിസാരക്കാരന് ഞാൻ എൻ്റെ മകളെ കൊടുക്കില്ല, വീരന് മാത്രമേ കൊടുക്കൂ. ആ വീരന്മാരെല്ലാം വന്ന് അവിടെ വീരന്മാരെന്ന് വീമ്പ് കാട്ടിയവർ ആ ശൈവജാപത്തിൻ്റെ അടുത്ത് വന്നത് അനക്കാൻ പോലും പറ്റാതെ ലഭ്യരായി അല്പവീരന്മാരായി തിരിച്ചുപോയി. രാമ, എൻ്റെ മോളെ കിട്ടാതായപ്പോൾ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടായി. അസോസിയേഷന്റെ പേരാണ് നിരാശാകാമുക അസോസിയേഷൻ. അന്നുണ്ട്. ഇത് ഇന്ന് മാത്രമല്ല, അന്നുണ്ട്. ഈ സീതയെ കിട്ടാത്ത ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു മിഥില എന്ന് പറയുന്ന നാടിനെ ആക്രമിച്ചു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഒരു പെൺകുട്ടിക്ക് വേണ്ടി രാജാക്കന്മാരെല്ലാം മിഥിലയെ ആക്രമിച്ചപ്പോൾ ഒരച്ഛൻ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്തു. എന്തിന്? ഒരു പെൺകുട്ടിയുടെ മാനം സംരക്ഷിക്കാൻ. ഒരച്ഛൻ ചെയ്ത ഐതിഹാസികമായ യുദ്ധം, ഒരു കൊല്ലക്കാലം നീണ്ടുനിന്നു യുദ്ധം. എന്റെ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി രാമ. ഉപരോധം എന്ന വാക്ക് ജനകൻ പറഞ്ഞതാണ്. ധനധാന്യങ്ങളില്ലാതെ എൻ്റെ നാട്ടുകാർ പട്ടിണി കൊണ്ടു രാമ. അങ്ങനെ വന്ന് ഞാൻ ദേവന്മാരെ തപസ് ചെയ്ത് ചതുരംഗപ്പടയുണ്ടാക്കി ഞാൻ യുദ്ധം ചെയ്ത് ഇവന്മാരെ എല്ലാം കൊന്നൊടുക്കി ശേഷിച്ചവർ ഓടി രക്ഷപ്പെട്ട് എൻ്റെ മകളെ ഞാൻ സംരക്ഷിച്ചു. ജനകൻ പറയുന്ന ഈ ഒരൊറ്റ കഥ മതി ആരാ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത്. പെൺകുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ആരാ? ഇന്നത്തെ കഴുകൻ കണ്ണുകൾക്ക് മക്കളെ കൊടുക്കാതെ ആ മകളുടെ മുന്നിൽ ഒരു കാരിരുമ്പ് പോലെ, ഒരു സിമെന്റിംഗ് ഫോഴ്സ് പോലെ നിലനിൽക്കേണ്ടത് ആരാ? അച്ഛൻ കൈവിട്ടാൽ പിന്നെ പെൺമക്കളുണ്ടോ? അതുകൊണ്ട് ഈ പെൺകുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച ജനകന്റെ കഥ പറയണം. അതുകൊണ്ട് സീതയുടെ പേര് കേവലം സീതയല്ല, ജനകപുത്രിയായ ജാനകിയാണ്. ജാനകി എന്നാണ് സീതയെ അധികം വിളിക്കുന്നത്. എന്തുകൊണ്ടാ? അച്ഛന്റെ മകളാ, അച്ഛൻ നോക്കി വളർത്തിയ മകളാ. അതുകൊണ്ടൊരു വീട്ടിൽ അച്ഛന്റെ ധർമ്മം വിശദീകരിക്കുന്ന വാൽമീകീയ രാമായണമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ച് മക്കളെ പഠിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ധർമ്മം ദേവയജ്ഞമാണ്. ഒന്നാമത്തെ പിതൃയജ്ഞം, രണ്ട് ബ്രഹ്മയജ്ഞം, മൂന്നാമത്തെ ദേവയജ്ഞം. മനുഷ്യബലത്തേക്കാൾ വലുതാണ് ദേവബലം. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരനുഗ്രഹം വേണം. ആ ദൈവത്തെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചോളൂ, കൃഷ്ണനെന്നോ ക്രിസ്തുവെന്നോ നബിയെന്നോ പേരിട്ട് വിളിച്ചോളൂ. ഇതിലൊന്നും വിശ്വാസമില്ലാത്തവർ എക്സ് എന്നോ വൈ എന്നോ വിളിച്ചോളൂ. പക്ഷെ മനുഷ്യബലത്തെക്കാൾ വലുതായ ഒരു ദേവബലമുണ്ട്.
ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അഞ്ചാമത്തെ ഘടകമായ ദൈവം കൂടി കൂടെയുണ്ടെങ്കിലേ അർജുന നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അനുഭവിക്കാൻ സാധിക്കും. കോടി കോടി പണം കയ്യിലുണ്ടെങ്കിലും അനുഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവബലം വേണം, ദൈവശക്തി വേണം. മനുഷ്യബലത്തെക്കാൾ വലുതാണത്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ദേവോന്മുഖരും ക്ഷേത്രോന്മുഖരും ആക്കേണ്ടത് കുട്ടിക്കാലം മുതലാണ്. ആരെ പഠിപ്പിക്കുക? അമ്മ, അച്ഛൻ. വിവാഹം കഴിച്ചാൽ ദേവകാര്യം, ദേവയജ്ഞം ചെയ്യണം. അതിന് 3 കാര്യം ചെയ്യണം. ഒന്ന്, ഇരുസന്ധ്യകളിലും ഇല്ലെങ്കിൽ ത്രിസന്ധ്യാ സമയത്ത്. സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധിക്കുന്നത്, കൂടിച്ചേരുന്നത് എന്നർത്ഥം. നമ്മുടെ കൈ കൂടിച്ചേരുന്നതാണ് ഇത് സന്ധിയാണ്, ഇത് കൂടിച്ചേരുന്നത് സന്ധിയാണ്. എവിടെയൊക്കെയാണോ കൂടിച്ചേരുന്നത് അതൊക്കെ സന്ധിയാണ്, സന്ധിക്കുന്നതാണ്. ആ ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ഇഷ്ടദേവതാ നാമം ജപിക്കണം. ഒന്ന്. അപ്പൊ നാമം ജപിക്കുക ആരുടെ ധർമ്മ? കുട്ടികളുടെ ആണോ ഗൃഹസ്ഥന്റെ ആണോ? വിവാഹം കഴിച്ചപ്പോഴേ ഞാൻ ഇതൊക്കെ ചെയ്തോളാന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടപ്പ. 10 മിനിറ്റ് കേട്ടോ, 10 മിനിറ്റ് കുളി കഴിഞ്ഞ് സ്വസ്ഥമായി ഒരിടത്തിരിക്കുക. വിളക്കിന്റെ മുന്നിലിരുന്നാൽ എന്നെ ആരെങ്കിലും കളിയാക്കുന്നു തോന്നണെങ്കിൽ വിളക്കിന്റെ മുന്നിൽ ഇരിക്കണ്ട, എവിടെയെങ്കിലും മാറി ഒരു കസേരയിട്ടിരുന്നോളൂ. സ്വസ്ഥമായിരിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇഷ്ടദേവതയെ നട്ടല്ലൊക്കെ നമുക്ക് നിവർത്തി വെച്ച് ഇഷ്ടദേവതയെ ഒന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ ദേവബലം കൂടെയുണ്ടെങ്കിലേ എനിക്കെല്ലാം അനുഭവിക്കാൻ സാധിക്കൂ. ആസ്വദിക്കണ്ടേ? നല്ലതെല്ലാം കൂടെയുണ്ട്, ആസ്വദിക്കാൻ പറ്റുണ്ടോ? നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ദേവബലം കൂടെ വേണം. അതിന് 1. 2, സാധിക്കുന്ന ദിവസങ്ങളിൽ അത്രയും ക്ഷേത്രത്തിൽ വരണം. ശാസ്ത്രീയമായി ക്ഷേത്ര ദർശനം ചെയ്യണം. ഈ ശാസ്ത്രീയമായ ക്ഷേത്ര ദർശനം 2-3 മണിക്കൂർ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരണം. കൊടുങ്ങല്ലൂർ കോവിലകത്തെ കുഞ്ഞിക്കുട്ടൻ നമ്പൂരാൻ കുട്ടികളുടെ ദിനചര്യ എന്ന് പറഞ്ഞൊരു 7 ശ്ലോകം എഴുതിയ ഒരു ചെറിയ കൃതിയുണ്ട്. പഠിച്ചിട്ടുണ്ടോ? കൊടുങ്ങല്ലൂരുകാർ പഠിച്ചിട്ടില്ലെങ്കിൽ 10 എടുത്ത് അടിക്കണം എല്ലാവരെയും. കുട്ടികൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് വളരേണ്ടത് എന്ന് പറഞ്ഞത്. വെളുക്കുമ്പോൾ കുളിക്കണം, വെളുത്തുള്ളതൊടുക്കണം, വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം, അമ്മയെ കാണണം മുമ്പിൽ, അച്ഛനെ തൊഴുതിയിടണം, അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണെന്ന് ഓർക്കണം. കേട്ടിട്ടില്ലേ? ഇത് കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാ. ഇത് പഠിപ്പിക്കുക മാത്രമല്ല, ഇതിന് ഓരോ വരികളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. ഉണർന്നാൽ ഏറ്റിരിക്കണം, ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. പുലരുമ്പോൾ ഉണരണം, ഉണർന്നാൽ ഏറ്റിരിക്കണം. ഉണർന്ന ഓടി തന്നെ എനിക്ക് ഓടരുത്, അവിടെ ഇരിക്കണം ഒരു സ്ഥലത്ത്. എന്തിനാ ഇരിക്കുന്നേ? പരദൈവത്തെ, അവനവന്റെ ക്ഷേത്രോപാസനയെ, ഭരദേവതയാണ് കേട്ടോ. ഈ ഭരദേവതയെ, പരദേവതയെ, കുടുംബദേവതയെ, ക്ഷേത്രേശ്വനെ നല്ല പോലെ ഭജിക്കുക. കുറച്ചു നേരം ഒന്ന് മനസ്സിൽ കാണുക. അതുകൊണ്ട് ക്ഷേത്രോന്മുഖരാവട്ടെ നമ്മുടെ മക്കൾ. നമ്മൾ ക്ഷേത്രോപാസന നമ്മുടേതാണ്. 3, എന്തൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടോ അതൊക്കെ ദേവതാ പൂജകളായി മനസ്സിലാക്കണം. ഒരു ചെടി നനച്ചാൽ ദേവതാ പൂജയാണ്. ഒരു ചെടി, ഒരു കറിവേപ്പില ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചെടി, അതൊന്ന് നട്ടു വളർത്തി എല്ലാ ദിവസവും ഇത് നനയ്ക്കൂ, ദേവതാ പൂജയാണ്. ഒരു മുളകും തൈ അവിടെ ഒന്ന് കുഴിച്ചിട്ട് എല്ലാ ദിവസവും ഇത് നനച്ചോളൂ, ദേവതാ പൂജയാണ്. നമ്മുടെ അടുക്കളയിൽ വേണ്ട അത്യാവശ്യം വസ്തുവകകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ ഇതൊക്കെ ദേവതാ പൂജയായി കണ്ട് ചെടികളെ നനയ്ക്കുക, പശുവിനെ ഊട്ടുക, ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്താൽ. ഇപ്പൊ കോലം വരയ്ക്കുന്നതൊക്കെ ദേവതാ പൂജയാണ്. പെയിന്റ് അടിക്കലല്ല, അരിമാവ് കൊണ്ട് കോലം വരച്ച് ഈ ഇറഞ്ഞു നടക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. അച്ഛൻ പിറന്ന വീടെന്ന് പറഞ്ഞ് ഒരു കവിതയുണ്ട് മധുസൂദനൻ നായരുടെ. പറ്റുന്നവരൊന്ന് കേട്ടോളൂ. സനാതന ധർമ്മം സമ്പൂർണമായി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരൊറ്റ കവിതയാണ്. സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആ കവിത ഒന്ന് പഠിക്കണേ. അച്ഛൻ പിറന്ന വീട് ഒരു പ്രാവശ്യമെങ്കിലും അതൊന്നും പഠിക്കണേ. അത്രയുണ്ട് നമ്മുടെ ആചരണങ്ങൾ.
അതുകൊണ്ട് മൂന്നാമത്തത് ദേവയജ്ഞം, നാലാമത്തത് മനുഷ്യയജ്ഞം, അതായത് അതിഥി പൂജയാണ് മനുഷ്യയജ്ഞം. വീട്ടില് തിഥി ലംഘിച്ചു വരുന്നവരൊക്കെ അതിഥിയാണ്. ഇത് ഗസ്റ്റ് അല്ല കേട്ടോ. മിക്കവാറും ഗസ്റ്റ് കുറച്ച് കഴിഞ്ഞ് ഗോസ്റ്റ് ആവും. ഗസ്റ്റ് അല്ല, ഇംഗ്ലീഷുകാരന്റെ ഗസ്റ്റ് അല്ല, നമ്മളുടെ അതിഥി. തിഥി ലംഘിച്ച് ആരാണോ വീട്ടിൽ വരുന്നത് അവരാണ് ആ തിഥി. ഈശ്വരന് മാത്രമേ സമയത്തെ ലംഘിക്കാൻ പറ്റൂ. അപ്പോൾ വരുന്നതൊക്കെ ഈശ്വരനാണ്. വീട്ടുകാരൻ പോലും അതിഥിയാകുന്ന സന്ദർഭമുണ്ടാവും. 5 കൊല്ലത്തിന് ശേഷം വിളിച്ചു പറഞ്ഞു വന്ന അതിഥിയല്ല, തിഥി ലംഘിക്കുന്നവനാണ് അതിഥി. അതുകൊണ്ട് ആ അതിഥിയെ സ്വീകരിക്കുക, ദേവനെ പോലെ സ്വീകരിച്ച് അവർക്ക് വേണ്ട അർഘ്യ ഭോജ്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അവരെ യാത്രയാക്കുമ്പോൾ ഇനിയും വരണേന്ന് പറഞ്ഞു വേണം യാത്രയാക്കാൻ. അല്ലാണ്ട് അവർ പോകുമ്പോൾ കൈകൂപ്പിയിട്ട് വന്നു പോയതാണ്, ഇനി ഒരിക്കലും വരില്ലേന്ന് പറഞ്ഞിട്ട് പോയിക്കരുത്, അവരെ പറഞ്ഞയക്കരുത്. അതുകൊണ്ട് അതാണ് നാലാമത്തത്, അതിഥി പൂജയാണ് നാലാമത്തത്. അഞ്ചാമത്തത് അവസാനത്തതും ഭൂതയജ്ഞമാണ്. ഈ ലോകത്ത് മനുഷ്യൻ എന്ന ഞാൻ മാത്രം ഉണ്ടായിട്ടൊരു കാര്യമില്ല. എൻ്റെ കൂടെ മറ്റ് ധാരാളം ജീവജാലങ്ങൾ വേണം. ഇവിടെ തുറുമ്പും ചിത്രശലഭവും പഴുതാരയും തേരട്ടയും എല്ലാം വേണം. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ഈ ജീവജാലങ്ങളാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് എല്ലാത്തിനെയും ദേവതാഭാവത്തിൽ കാണണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പശുവിന് പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പുല്ലും കൊടുത്ത് കാടിയും കൊടുത്ത് അവയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടേ നമ്മൾ കഴിക്കൂ. കെട്ടിയിട്ട മൃഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ഇത് ആരുടെ ധർമ്മമാ? ഗൃഹസ്ഥന്റെ ധർമ്മമാ. അതിനെ വിവാഹം കഴിച്ചത് ഗൃഹസ്ഥനാണ്. സർവ്വതിനെയും പരിരക്ഷിക്കേണ്ടത്. ഇത്രയും ഉദാത്തമായ വിവാഹം എന്ന സങ്കല്പമാണ് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന് പറഞ്ഞ് ജീവിക്കണം. ആരെ തട്ടാൻ? സ്വർണം ഉണ്ടാക്കണമാണ്. ഭാര്യ സന്തോഷിക്കാൻ ആര് വേണം? ആരാ വേണ്ടത്? തട്ടാൻ വേണം, സ്വർണം വേണം. ഇങ്ങനെ ഞാനും എൻ്റെ മക്കളും ഞാനും എൻ്റെ ഭർത്താവും, വേറെ ആരും വേണ്ട. ഇതല്ല. എത്ര ഉദാത്ത് നോക്കൂ. 5 തപസ് ചെയ്യാനാണ് വിവാഹം. ഇത്രയേ ഉള്ളൂ പറയാൻ. സമയം കറക്റ്റ് 12:30. അതുകൊണ്ട് 5 കാര്യം, ആദ്യം 4 കാര്യം പറഞ്ഞു. 4 കർമ്മം: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. അതിൽ നിത്യകർമ്മം 5 അത് പഞ്ചമഹായജ്ഞം. നിത്യാചാരങ്ങൾ, നമ്മുടെ കുടുംബസങ്കല്പം, വിവാഹം കഴിക്കുന്ന എന്തിന്, നമ്മളുടെ 5 കടങ്ങൾ, 5 കടമകൾ എല്ലാം ഒന്നാണ്. അതാണ് ഈ 5 കാര്യം. ഇത് ചെയ്യാനാണ് വിവാഹം കഴിക്കുന്നത്. ഒന്നാമത്തത് പിതൃയജ്ഞം. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക, വിവാഹം കഴിച്ചെടുത്ത തലമുറയെ സൃഷ്ടിക്കുക. മരിച്ചവർക്ക് വേണ്ടി ശ്രാദ്ധ പിണ്ട ബലികളെല്ലാം ചെയ്താൽ പിതൃയജ്ഞം കഴിഞ്ഞു. രണ്ടാമത്തത് ബ്രഹ്മയജ്ഞം. പഠിക്കുക, പഠിപ്പിക്കുക. നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ കുറച്ചു നേരം 10 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും വായിക്കുക. 10 മിനിറ്റ് കുഞ്ഞുങ്ങളോട് കഥകൾ പറയുക. കഥയാണ് ഏറ്റവും നല്ല മാധ്യമം. നമ്മുടെ കുഞ്ഞ് ആർക്ക കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത? ആബാലവൃദ്ധം എല്ലാവർക്കും ഇഷ്ടമാണ് കഥ കേൾക്കാൻ. കഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം പറയണം. സാധിക്കുന്ന കഥാപുസ്തകങ്ങളൊക്കെ വായിക്കുക. സാധിക്കുകയാണെങ്കിൽ പഞ്ചതന്ത്രം ആർക്കുള്ളതാ? കുട്ടികൾക്കുള്ളതല്ല കേട്ടോ. പഞ്ചതന്ത്രത്തിൽ എല്ലാ കഥാപാത്രങ്ങളും വിവാഹം കഴിച്ചവരാണ്. മനസ്സിലായില്ല? നമ്മുടെ വിചാരം പഞ്ചതന്ത്രം കുട്ടികൾക്കുള്ളതാണ്. അല്ല. പഞ്ചതന്ത്രം മുതിർന്നവർക്കുള്ളതാ. മുതിർന്ന കുട്ടികൾക്ക് ബോധോദയമുണ്ടാകാൻ വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന ഒരു വിദ്വാനെ കൊണ്ടുവന്ന് 10-16 വയസ്സായിട്ടും ബലമില്ലാത്ത കുഞ്ഞുങ്ങളെ ആത്മബലമുള്ളവരാക്കാൻ കൊടുത്തതാ. അതിലെ കഥാപാത്രങ്ങളുണ്ടല്ലോ. കാക്കയ്ക്ക് ഭാര്യ മക്കളുണ്ട്, പൂച്ചയ്ക്ക് ഭാര്യ മക്കളുണ്ട്, കുറുക്കന് ഭാര്യ മക്കളുണ്ട്, പുലിക്കും ഭാര്യ മക്കളൊക്കെ ഉണ്ട്. ഗൃഹസ്ഥനോടാണ് ഉപദേശം. 5 വിദ്യകൾ പഠിപ്പിക്കുകയാണ്, 5 തന്ത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. കാക്കോലുപീയം എന്ന് പറഞ്ഞൊരു തന്ത്രം. ആ തന്ത്രത്തിൽ കാക്കയെ കുറിച്ച്, കാക്കയുടെ സവിശേഷത, അതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതുകൊണ്ട് ഗൃഹസ്ഥാചരണത്തിനുള്ള സന്ദേശങ്ങളാണ് പഞ്ചതന്ത്രം. അത് കുട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടത്. അതാര് പഠിക്കണം? MBAക്ക് ഒരു സിലബസ് അമേരിക്കയിലൊക്കെ പഞ്ചതന്ത്രം. നമുക്ക് പുച്ഛ പഞ്ചതന്ത്രം. അത് കുട്ടികളുടെ അല്ല, മുതിർന്നവർക്കുള്ളത്. എല്ലാവരും കല്യാണം കഴിച്ചവരാ. കുട്ടികളെ അതൊക്കെ പഠിക്കണത്. ശരി. അതുകൊണ്ട് പഠിക്കുക, പഠിപ്പിക്കുക. 3 ദേവകാര്യം മുടക്കരുത്. ദേവയജ്ഞം 3 കാര്യം ചെയ്യണം. വിളക്ക് കൊളുത്തണം, നാമം ജപിക്കണം, ഈശ്വരനെ തൊഴണം,
നമ്മളുടെ ദേവതാഭാവം കാണണം, അതിഥിമാരെ പൂജിക്കണം. ഇതേപോലെ അവസാനത്തെ കാര്യം, ഭൂതയജ്ഞം സർവഭൂതങ്ങളെയും നമുക്ക് നല്ല പോലെ ഉപാസിക്കാൻ പറ്റണം. ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഇത്രയും സമയം കേട്ടിരുന്ന എല്ലാവർക്കും നല്ല പോലെ പ്രാർത്ഥിച്ച് കൃതജ്ഞത പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.